13. എന്താ സമയമായോ? ഒന്നേകാലം മതി. അതാ ശരി. എല്ലാവരും വാച്ച് നോക്കിയത് കൊണ്ടാണ്. ഉപ്പുമാവ് തീർന്നു എന്ന് തോന്നുന്നു. വൈശ്വാനരൻ 12:45 വീട്ടിലാകുമ്പോൾ അല്ലേ? എന്തായാലും നിങ്ങൾ വാച്ച് കുലുക്കുമ്പോൾ നിർത്താം. സ്വഭാവാദേവജാനാനോ ദൃശ്യമേ തന്ന കിഞ്ചന ഇദം ഗ്രാഹ്യമിദം താജ്യം സഖിം പശ്യതി ധീരധീഃ. സ്വഭാവാദേവജാനാനോ ഇദം ഗ്രാഹ്യമിദം ദൃശ്യമേതന്ത കിഞ്ചന ഇദം ഗ്രാഹ്യമിദം ത്യാജ്യം സഖിം പശ്യതി ധീരധീഃ. ഏതദൃശ്യം സ്വഭാവാദ് ഏവ ന കിഞ്ചന ഇതി ജാനാനഃ യഃ സ ധീരധീഃ ഇദം ഗ്രാഹ്യം ഇദം ത്യാജ്യ ഇതി കിം പശ്യതി. ഏതദൃശ്യം സ്വഭാവാത് ഏവ ന കിഞ്ചന ഇതി ജനാനഃ യഃ സ ധീരധീഃ ഇദം ഗ്രാഹ്യം ഇദം ത്യാജ്യം ഇതി കിം പശ്യതി. ഈ ദൃശ്യപദാർത്ഥങ്ങൾ, കാണപ്പെടുന്ന വസ്തുക്കൾ, പിരിയുന്നത് ദൃക്ക്, ദൃശ്യമെന്നിരുപങ്കാർന്ന അഖില പ്രപഞ്ചവും, അറിയുന്നത് ദൃക്ക്, അതേതിനെ അറിയുന്നു ആയത് ദൃശ്യരൂപമാം. രണ്ടാണ് ഈ ജഗത്ത്. രണ്ടേ രണ്ട്. എല്ലാം കൂടെ രണ്ടേ ഉള്ളൂ. കാണുന്നവനും കാഴ്ച വസ്തുവും. കാണലെന്ന ഒരു പ്രക്രിയയും വേണമെങ്കിൽ പറയാം. ഇത്രയേ ഉള്ളൂ. അതിൽ ഈ കാണപ്പെടുന്ന വസ്തുക്കളെല്ലാം, ദൃശ്യങ്ങളെല്ലാം സ്വഭാവാത് ഏവ, സ്വതവേ, അവയുടെ സ്വഭാവത്തിൽ തന്നെ, ന കിഞ്ചന ഇതി, ഒന്നും തന്നെ ഇല്ലെന്ന്, ഇല്ലാത്തതാണെന്ന്, നിസാരമെന്ന്, സസാരമല്ലെന്ന് ജനാനഹ, അറിയുന്നവൻ. വസ്തുക്കളെ പലരും പലതരത്തിലാണ് നോക്കുന്നത്. ഗുണമനുസരിച്ചാണ് വസ്തുക്കളോട് ബന്ധം വരുന്നത്. ആ ഗുണം കൊണ്ട് മറഞ്ഞ് വസ്തുക്കളെ കാണുമ്പോൾ ആ വസ്തുവിൻ്റെ ഉണ്മ തൻ്റെ ഉണ്മയെ ചേർത്ത് തന്നെ മറന്ന് വസ്തുവായിത്തീരുന്നത് ഒരു കൂട്ടർ, തന്നെയും വസ്തുവിനെയും ഓർക്കുന്നത് ഒരു കൂട്ടർ. വസ്തുവേ ഇല്ല, താനാണതെന്ന് അറിയുന്നതൊരു കൂട്ടർ. ഇത്രയുണ്ട്. വസ്തു കാണുമ്പോഴേ തന്നെ ചിലർക്ക് വസ്തു ഇല്ല. അവരുടെ മനസ്സതിനെ കീറി മുറിക്കും. അതാണ്. ഓരോരുത്തരും ഓരോ ദൃഷ്ടിയിലാണ്. ഒരു നായ, ഒരു ഭോഗി, ഒരു യോഗി. ഒരു സ്ത്രീ ശരീരത്തെ കണ്ടാൽ നായ അതിന് തിന്നാനുള്ളതാണെന്ന് വിചാരിക്കും. കുണപം, കാമിനി. ഭോഗി അതിനെ കാമിനിയായി കാണും, യോഗി അതിനെ കുണപമായി കാണും. നായ മാംസമായി കാണും. കുണപം, കാമിനി, മാംസം. യോഗിഭി കാമിഭി ശോഭിഹി. വസ്തു എന്താണ്? ഒന്നു മാത്രമാണ്. കാഴ്ച എങ്ങനെയാണ്? വ്യത്യസ്തമാണ്. എങ്ങനെയാണ് ഈ വ്യത്യാസം? കാഴ്ചക്കാരൻ്റെ ഗുണധർമ്മങ്ങളുടെ വ്യത്യാസമല്ലേ?
വസ്തുവിൻ്റെ വ്യത്യാസമാണോ? കാഴ്ചക്കാരൻ്റെ ഗുണധർമ്മങ്ങളാണ് വസ്തുവിൽ ആരോപിക്കപ്പെടുന്നതെങ്കിൽ നന്മയും തിന്മയും സുഖവും ദുഃഖവും ആരോഗ്യവും അനാരോഗ്യവുമെല്ലാം കാഴ്ചക്കാരൻ്റെ മനസ്സിൻ്റെ ഭ്രാന്തി മാത്രമല്ലേ? കേവലം ഭ്രാന്തി മാത്രമാണ്. അപ്പോൾ സമസ്ത പദാർത്ഥങ്ങളും ദൃശ്യങ്ങളായ ദൃശ്യങ്ങൾ മുഴുവൻ ദൃശ്യങ്ങളെ എടുത്ത് വിഭജിച്ചാൽ, ഇനി ഇത് ഫിസിക്സിലൂടെ പോകാം, നിങ്ങളുടെ ശാസ്ത്രത്തിലൂടെ. വേദാന്ത ശാസ്ത്രം ഇനി സമ്മതമല്ലെങ്കിൽ അല്പം ഫിസിക്സിലൂടെ പോയി നോക്കൂ. ഇതിനെ എടുത്തങ്ങ് വിഭജിക്കൂ. നിങ്ങൾ വിഭജിച്ച് അണുവിലെത്തും, പരമാണുവിലെത്തും, അപാണവരേണുവിലെത്തും, ഒടുവിൽ നിങ്ങൾ ബോധത്തിലെത്തും. ഈ ദൃശ്യപദാർത്ഥങ്ങളെ അപഗ്രഥിച്ചു തന്നാൽ വിശ്വം ദർപ്പണദൃശ്യമാന നഗരി എന്ന് ശാസ്ത്രവും ഏതാണ്ട് സമ്മതിക്കും ശങ്കരനോടൊപ്പം. പക്ഷെ ശങ്കരനോട് അല്പം കൂടെ കിടക്കും. തുല്യം നിജാന്തർഗതം, അവിടെ അവരെത്തൂല. തുല്യം നിജാന്തർഗതം, ഈ ജഗത്ത് മുഴുവൻ ഉറ്റുനോക്കിയാൽ അവശേഷിക്കും അഖണ്ഡബോധമായി. അപ്പോൾ ഈ ജഗത്തിൻ്റെ വിസ്താരം എത്രയുണ്ട്? എത്രയുണ്ട് ഈ ലോകത്തിൻ്റെ വലിപ്പം? ചിന്മാത്ര വിസ്താരിതം. ചിത്തിനെത്ര മാത്ര വിസ്താരമുണ്ടോ അത്രയും മാത്രം. ബോധത്തിൻ്റെ വലിപ്പമേ ജഗത്തിനുള്ളൂ. ഒരു ഓട്ടോക്കാരൻ നിങ്ങളെ കൊണ്ടുപോയി ഒരിടത്തിറക്കി. എടാ, ഫോറിൻകാരനെ കൊണ്ട് നീ പോകുന്ന കണ്ടല്ലോ, എന്ത് കിട്ടി? കൂട്ടുകാരൻ ചോദിച്ചു. ഓ, 10 രൂപ കിട്ടി. രാവിലെ മുതൽ ഓട്ടം കിട്ടാമെന്ന് ഒരുത്തൻ കയറ്റിക്കൊണ്ടുപോയി. 10 രൂപ കൊടുത്തു. എന്ത് കിട്ടിയടാ? 10 രൂപ. ആദ്യം കിട്ടിയ 10 രൂപയും രണ്ടാമത് കിട്ടിയ 10 രൂപയും ഒരേ അളവാണോ? ചോദ്യം മനസ്സിലായില്ല. ആദ്യത്തേവന് 10 രൂപ കിട്ടി. 10 രൂപ എന്നടാ. ഇതൊക്കെയാണെങ്കിലും 10 രൂപ എന്ന് കേട്ടോ. ആദ്യത്തെ 10 രൂപയുടെ വലിപ്പവും രണ്ടാമത്തെ 10 രൂപയുടെ വലിപ്പവും നിങ്ങളുടെ 10 രൂപയുടെ വലിപ്പമാണോ ചിന്മാത്രയുടെ വിസ്താരമാണോ? മനസ്സിലായില്ല. അപ്പോൾ നിങ്ങൾ കാണുന്ന ജഗത്ത് എത്രത്തോളം വിസ്താരമുണ്ട്? ചിന്മാത്ര വിസ്താരം. ചിത്തിന് എത്രത്തോളം വിസ്താരമുണ്ടോ അത്രയാണ് ജഗത്തിൻ്റെ വിസ്താരം. ജഗദശേഷം, അശേഷശേഷോ ജഗദാതിശേഷം. ഇപ്പം നിശേഷം ഈ ബോധമാണ്. ആ ബോധപ്രക്രിയയെ ഇപ്പം ഈ ജഗത്ത് ഒന്നും തന്നെയില്ലെന്ന്, ഈ ദൃശ്യമാകെ ഇല്ലാത്തതാണെന്ന്, നിസാരമെന്ന് ജാനാനഹ അറിയുന്ന യഹ സധീരധീഹി, യാതൊരു വിവേകിയുണ്ടോ ഈ ദൃശ്യമെല്ലാം ഇല്ലാത്തതാണെന്ന് അറിയുന്ന, മായാമാത്രമെന്നറിയുന്ന ഏതൊരു വിവേകിയുണ്ടോ അദ്ദേഹം ഇതം ഗ്രാഹ്യം ഇതം ത്യാജ്യം, ഇത് കൊള്ളേണ്ടത്, ഇത് ത്യജിക്കേണ്ടത്, ഇതി കിം പശ്യതി എന്ന് കാണുമോ? കാണില്ല. എന്തു കൊള്ളാൻ, എന്ത് തള്ളാൻ, ധർമ്മം അധർമ്മം രണ്ടും ത്യജിച്ചിട്ട്, സത്യാസത്യങ്ങൾ രണ്ടിനെയും ത്യജിച്ചിട്ട്, ഋതാനൃതങ്ങൾ രണ്ടിനെയും ത്യജിച്ചിട്ട്
ഋതത്തെയും അനൃതത്തെയും സത്യത്തെയും അസത്യത്തെയും ധർമ്മത്തെയും അധർമ്മത്തെയും ആചാരത്തെയും അനാചാരത്തെയും എല്ലാം ത്യജിച്ചേകവും അദ്വയവുമായ ആത്മാവിൽ തന്നെ അവൻ നിലകൊള്ളുമ്പോൾ എന്ത് ത്യജിക്കാൻ, എന്ത് സ്വീകരിക്കാൻ? കളയാനൊന്നുമില്ല, സ്വീകരിക്കാനും ഒന്നുമില്ല. ഇതാണ് അഷ്ടാവക്രൻ ജനകനോട് ഭംഗിയായി പറയുന്നത്. അങ്ങനെയുള്ളവൻ എന്ത് കാണും? അപ്പോൾ ഈ പ്രപഞ്ചം സ്വതേ തന്നെ നിസ്സാരമെന്ന് അറിവുള്ള ജ്ഞാനി ഇത് സ്വീകരിക്കേണ്ടതാണെന്നും ഇത് ഉപേക്ഷിക്കേണ്ടതാണെന്നും എന്ത് കരുതാൻ? അങ്ങനൊരു കരുതലില്ല. 14 നിങ്ങളുടെ സമയമായോ? ഇല്ല. അന്തസ്ത്യക്തകഷായസ്യ നിർദ്വന്ദ്വസ്യ നിരാശിഷാം യദൃച്ഛയാഗതോ ഭോഗഃ ന ദുഃഖായ ന തുഷ്ടയേ. അന്തസ്ത്യക്തകഷായസ്യ നിർദ്വന്ദ്വസ്യ നിരാശിഷഃ യദൃച്ഛയാഗതോ ഭോഗഃ ന ദുഃഖായ ന തുഷ്ടയേ. അന്തസ്ത്യക്തകഷായസ്യ നിർദ്വന്ദ്വസ്യ നിരാശിഷഃ യദൃച്ഛയാ ആഗതഃ ഭോഗഃ ന ദുഃഖായ ന തുഷ്ടയേ ന ഭവതി. ഉള്ളിൽ നിന്ന് രാഗദ്വേഷങ്ങൾ മാറിയവനും അന്തസ്ത്യക്തകഷായസ്യ കഷായസ്യ അന്തഃ അന്തഃ കഷായസ്യ തക്തഃ. ഉള്ളിൽ നിന്ന് രാഗദ്വേഷങ്ങളെ ത്യജിച്ചവൻ. ഉള്ളിലെ കഷായങ്ങൾ, രാഗദ്വേഷാദികൾ, ആ ശോകമോഹങ്ങളും രാഗദ്വേഷങ്ങളും ഒക്കെ ത്യജിച്ചിട്ട്, ഇതാദ്യം പറഞ്ഞ ആദ്യത്തെ ശ്ലോകത്തിലുണ്ട്, വിഷയങ്ങളെ വിഷം പോലെ ത്യജിച്ചിട്ട് എന്തൊക്കെയാ വേണ്ടേ? ക്ഷമാർജവ ദയാതോഷം. ക്ഷമയും ആർജവവും ദയയും തോഷവും ഇതിന് നേരെ വിപരീതം. അവ നിറയുമ്പോൾ ഇവ പോകും. രാഗദ്വേഷങ്ങളെല്ലാം ത്യജിച്ച് മാറി നിർദ്വന്ദ്വഃ, സുഖദുഃഖാദി ദ്വന്ദ്വങ്ങളില്ലാത്തവൻ. രാഗത്തിൽ നിന്ന് സുഖവും ദ്വേഷത്തിൽ നിന്ന് ദുഃഖവും ഇങ്ങനെ ഉണ്ടാവുക. അനുകൂലവേദനീയം സുഖം, പ്രതികൂലവേദനീയം ദുഃഖം. രാഗം വരുമ്പോഴേ സുഖമുണ്ട്, വസ്തു വേണ്ട. വസ്തുവിൽ രാഗം വന്നാൽ ആ വസ്തുവിൻ്റെ കാഴ്ച തന്നെ സുഖമാണ്. വസ്തു നമ്മൾ എടുത്തുകൊണ്ട് പോരുന്നില്ലെങ്കിലും മ്യൂസിയത്തിൽ കയറി കാണുമ്പോൾ സുഖമുണ്ട്. അപ്പോൾ വസ്തുവിൽ അല്ല സുഖം, അതിൻ്റെ അനുകൂലമായ അറിവിലാ സുഖം. ഇന്ത്യക്കാരൻ ഇന്ത്യയിലെ മ്യൂസിയത്തിൽ നിന്നൊരു സാധനം അമേരിക്കക്കാരൻ അടിച്ചുകൊണ്ട് പോയാൽ ദുഃഖമുണ്ടാവും. അത് അവിടെ എത്തുമ്പോൾ അമേരിക്കക്കാരന് സുഖമുണ്ടാവും. മനസ്സിലായില്ല? അമേരിക്കയിൽ നിന്നൊരു സാധനം അടിച്ചുകൊണ്ടെന്ന് ഇന്ത്യയിലെ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്, മിടുക്കന്മാർ, കൊള്ളാവുന്നവർ എന്ന് ഇന്ത്യക്കാരന് സന്തോഷമുണ്ടാവും. ശരിയല്ല. അതേസമയം അവർക്ക് ദുഃഖമുണ്ടാവും. അപ്പോൾ സുഖദുഃഖങ്ങൾക്ക് വസ്തു കാരണമല്ല, അവയിലുള്ള രാഗദ്വേഷങ്ങളാണ് കാരണം. രാഗമുണ്ടായാൽ അനുകൂലമായൊരറിവുണ്ടാവും.
ആ കുട്ടിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി കേട്ടോ, നമ്മുടെ ഗോപാലൻ്റെ കുഞ്ഞാണ്. ആ നന്നായി. എടാ അവക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ട് കേട്ടോടാ, നമ്മൾ പ്രതീക്ഷിച്ച പോലല്ല. ഇനി കുഴപ്പമാവുമല്ലോ അവൾ പഠിച്ചിറങ്ങി വന്നാൽ. എടാ പരിചയമുള്ളിടത്തെല്ലാം വിളിച്ചു പറ അഡ്മിഷൻ കൊടുക്കരുതെന്ന്. അപ്പോൾ അവൾക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടിയത് ദുഃഖമായി, ദ്വേഷമുണ്ട്. അപ്പോൾ രാഗദ്വേഷ സങ്കുലമാണ് സുഖദുഃഖങ്ങൾ, അല്ലാതെ വസ്തുവല്ല. വസ്തുവിലൊന്നും ഇരിക്കുന്നില്ല, വസ്തു വെറുതെ ഇരിക്കുന്നേ ഉള്ളൂ. ഭർതൃഹരി കൊട്ടാരം വിട്ട് ഓടിപ്പോയവനാണ്, കേട്ടിട്ടുണ്ടാവും. ഭാര്യയൊക്കെ ഉപേക്ഷിച്ച് കൊട്ടാരമൊക്കെ ഉപേക്ഷിച്ച് സാധനം മടുത്തു. കൊട്ടാരത്തിലെ സുഖഭോഗങ്ങളൊക്കെ കുറേയായപ്പോൾ മടുത്തു. ഒടുവിൽ ഇതെല്ലാം വിട്ട് വനത്തിലേക്ക് പോയി. അവിടെ ചെന്നു. നേരെ അവിടെ ചെല്ലുമ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു രത്നം കണ്ടു, നല്ലപോലെ തിളങ്ങുന്നു. അകലേന്നാണ് കണ്ടത്, സൂര്യപ്രകാശം അടിച്ചതും തിളങ്ങുന്നു. ലക്ഷോപലക്ഷം രത്നങ്ങളുടെ കലവറയിൽ നിന്ന് ഓടിപ്പോയ ഭർതൃഹരി പോലും ഒരു നിമിഷം ഒന്ന് ഓടി, അടുക്ക ചെന്ന് എടുക്കുകയും ചെയ്തു. എടുത്തപ്പോൾ ഓർമ്മ വന്നു, ഇതിലും വിലപിടിപ്പുള്ളത് കളഞ്ഞേച്ചു വന്ന ഞാൻ ഇതിനോടുകയാണ്. ഇതിലൊക്കെ വിലപിടിപ്പുള്ളതായിരുന്നു ഉണ്ടായിരുന്നത്, അത് കളഞ്ഞിട്ടാണ് ഓടി വന്നത്. ഇപ്പോൾ അതാ അതിലേക്ക് തന്നെ പോകുന്നു. ഇതാണ് ഈ ആശ്രമങ്ങളിലൊക്കെ പോയാലുള്ള ഗതി. ഇതെല്ലാം വലിച്ചെറിയും. ബുദ്ധൻ പോയ പോലെ പോകണം, ഇല്ലെങ്കിൽ തപസ്സും സ്വാധ്യായവും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് മറ്റേ സിനിമയിലുള്ള പോലെ അല്ലേ, ഏതാ നിങ്ങൾ നല്ല പടമൊന്നും കാണാറില്ല. കോൺറാഡ് റൂക്സിന് ശേഷം ഒരു സ്കൂളിലും പോകാത്ത കോൺറാഡ് റൂക്സിൻ്റെ സിദ്ധാർത്ഥയ്ക്ക് ശേഷം പുതിയൊരു പടം വന്നിട്ടുണ്ട്. ഡാവിഞ്ചി ഒന്നുമില്ല, ബുദ്ധൻ. കണ്ടില്ല പടം? വളരെ മോശം. പടം ഇറങ്ങുമ്പോഴേ കാണും, അല്ലേ പിന്നെ എന്ത് കാഴ്ച. റിലീസ് ചെയ്ത് പടവും ഓടി, അതറിഞ്ഞില്ല. അതാണ്. അപ്പോൾ അതിനകത്ത് വർഷങ്ങളോളം ഗുഹയിൽ തപസ്സാധ്യായ നിരതനായിരുന്ന് മഠത്തിലെ കാര്യങ്ങളിൽ വ്യാപൃതനായി അവസാനം ഒരു പെൺകുട്ടിയിൽ പ്രേമമുദിച്ച് വരുമ്പോൾ മഠാധിപൻ വഴക്ക് പറയുമ്പോൾ അവൻ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. ബുദ്ധൻ വിവാഹം കഴിഞ്ഞാണ് ബുദ്ധനായത്. അതിനുമുമ്പേ ബുദ്ധനാകാൻ ശ്രമിച്ച എനിക്കുണ്ടാകുന്ന വൈകാരിക തന്തുക്കൾ അതിനെ അവലംബമാക്കിയെടുത്ത പടമാണ്. അറിയാൻ വയ്യാതെ എടുത്തതാണ്. സംവിധായകനും മറ്റുള്ളവർക്കൊന്നും വിവരമില്ല. കാരണം സംവിധായകൻ അതിലൂടെ കൊണ്ടിരുന്നത് വിവാഹം കഴിച്ചാൽ ഉടനെ അങ്ങ് സമാധാനമാവുമെന്നാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ മന്ത്രിമാരും MLA-മാരും ഒന്നും ഇന്ന് കേസിൽ കുടുങ്ങുകയില്ലായിരുന്നു. ശരിയല്ല. കാരണം അറിവിൽ മാത്രമായി സമാധാനം ഉണ്ടാകുന്നത്. അറിവില്ലായ്മയുണ്ടായാൽ അത് വരാതിരിക്കാൻ ഗുരുകടാക്ഷം വേണം. നേരത്തെ പറഞ്ഞ ശിവപെരുമാൻ്റെ അനുഗ്രഹവും വേണം. അല്ലാതെ കഴിച്ചാലും കാര്യമില്ല, കഴിച്ചില്ലെങ്കിലും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് കഴിച്ചിട്ടും കഴിക്കാത്തവനെ പോലെ, കഴിക്കാതിരുന്നിട്ടും കഴിച്ചവനെ പോലെ. അതിനൊരു യോഗം വേറെയുണ്ട്. അത് ഈ യോഗമല്ല.
അപ്പോൾ അതുകൊണ്ട് അതിന് അന്തസ്ഥങ്ങളായ രാഗദ്വേഷങ്ങളെല്ലാം പോണം. ഇപ്പം രാഗം ഉണ്ടായാൽ സുഖം തോന്നും. സാമീപ്യത്തിൽ, സംഭാഷണത്തിൽ ഒക്കെ സുഖം തോന്നും. ഇപ്പോൾ അടുക്കടുക്ക ഇടയ്ക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്ന് തോന്നും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് വർത്തമാനം പറഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നും. വർത്തമാനത്തിലൊക്കെ താല്പര്യം തോന്നി, പിരിയുമ്പോഴൊക്കെ ദുഃഖം ഉണ്ടാവും, ഒരുതരം വിരഹ കാതരത്വമുണ്ടാവും. പിന്നെ വീണ്ടും കാണണമെന്ന് തോന്നും. ഇങ്ങനെ ആ തോന്നുന്ന തോന്നലുകളെല്ലാം, ആ രാഗദ്വേഷങ്ങളെല്ലാം മാറിയവൻ. ഒരു രാഗവുമില്ല, ഒരു ദ്വേഷവുമില്ല. സുഖദുഃഖാദി ദ്വന്ദ്വങ്ങളറ്റവൻ. അനുകൂലമായൊരറിവുമില്ല, പ്രതികൂലമായൊരറിവുമില്ല. അനുകൂല വേദനീയം സുഖം, പ്രതികൂല വേദനീയം ദുഃഖം. ഒറ്റയടിക്ക് അങ്ങനെ പറയാമെങ്കിലും ദൂ പാപം തസ്മാത് ഓഘതി ഉത്പദ്യത ഇതി ദുഃഖം. സുപുണ്യം തസ്മാത് ഓഘതി ഉത്പദ്യത ഇതി സുഖം എന്ന് വേറൊരു നിർവചനമുണ്ട്. സുഖദുഃഖങ്ങൾ കാരണമില്ലാതെ ഉണ്ടാവും. അനുകൂലമോ പ്രതികൂലമോ ആയ അറിവ് മാത്രമല്ല, കാരണമില്ലാതെ ഉണ്ടാവും. വെറുതെ ഇരിക്കുമ്പോൾ ഒരു ദുഃഖം വന്നു കൂടും. പാപത്തിൻ്റെ സ്മരണ വന്നാൽ ദുഃഖം ഉണ്ടാവും, പഴയതിൻ്റെ. അത് കോശങ്ങളിൽ അറിയും. പുണ്യത്തിൻ്റെ സ്മരണ വന്നാൽ സുഖം കിട്ടും. അതാണ് ചില ദിവസം നല്ല മൂഡിലായിരിക്കും, ചില ദിവസം ഒരു മൂഡും ഉണ്ടാവില്ല. നീ എന്താടാ ഇങ്ങനെ ഇരിക്കുന്നത്? ആവോ എനിക്കെങ്ങും അറിയില്ല, ഇന്നൊരു സുഖമില്ല, ഞാൻ വരുന്നില്ലടാ. വാടാ, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ, പറ്റില്ല. അപ്പോൾ ആളുകൾ പറയും ഇന്ന് മൂഡ് ഓഫാണ്. ഡോക്ടർമാർ കണ്ടാൽ അവർക്ക് ഈ പുണ്യവും പാപവും തിരിച്ചറിയാൻ മേലാത്തതുകൊണ്ട് അവർ പറയും ഇത് ബൈപ്പോളാർ ഡിസീസാണ്. ബൈപ്പോളാർ, രണ്ട് ധ്രുവങ്ങളിലാണ്. ഒരാഴ്ചത്തേക്ക് അടിച്ച് പൊളിച്ച് നടക്കും, പിന്നെ ഒരാഴ്ചത്തേക്ക് മുറി അടച്ചകത്തിരിക്കും. വീട്ടുകാർ വിളിച്ചാൽ പോലും പുറത്തിറങ്ങുകയില്ല. ഒടുവിൽ അച്ഛനും അമ്മയോ കൂടെ പിടിച്ച് സൈക്കാട്രിസ്റ്റിൻ്റെ അടുക്ക് കൊണ്ടുപോകും. അയാൾ 4 ഗുളികയ്ക്ക് കുറിച്ച് കൊടുക്കും. ഇത് 4 കഴിച്ചിട്ട് മാറ്റമൊന്നും വരുന്നില്ലെന്ന് തന്ത പറയുമ്പോൾ തന്തയോട് പറയും രാത്രി 12 മണിക്ക് ഡോക്ടർ താനും 2 കഴിച്ച് കിടക്കാൻ പറയും. കാരണം പുണ്യപാപങ്ങളെ മാറ്റിമറിക്കുന്ന മരുന്ന് വല്ലതും ഉണ്ടോ ലോകത്ത്? മനസ്സിലായില്ല. ദൂ പാപം തസ്മാത് ഓഘതി ഉത്പദ്യത ഇതി സുഖം, ഇത് ദുഃഖം. സുപുണ്യം തസ്മാത് ഓഘതി ഉത്പദ്യത ഇതി സുഖം. അത് അജ്ഞേയമായ അദൃഷ്ടമായ ലോകമാണ്. ഇത് രണ്ടും കഴിഞ്ഞാലോ ഇനിയുണ്ട്. ഏതൊന്നാണോ ദുഷ്ടമായ ഇന്ദ്രിയങ്ങളുടെ അറിവായിത്തീരുന്നത്, ഏതൊന്നാണോ പുണ്യമായ അറിവായിത്തീരുന്നത്. ഇപ്പം സുഖദുഃഖങ്ങളെ അങ്ങനെയും നിർവചിക്കാം. ആ നിലയിൽ പുണ്യപാപങ്ങളുടെയും ധർമാധർമ്മങ്ങളുടെയും ഒക്കെ നിലയെ കടന്നവൻ, സുഖദുഃഖാദി ദ്വന്ദ്വങ്ങളറ്റവൻ, നിരാശിഷ ആശാമുക്തനുമായവന്, ആശകളിൽ നിന്നെല്ലാം മോചിച്ചവൻ ആയ, യദൃച്ഛയാ ആഗതഃ ഭോഗഃ, യാദൃച്ഛികമായി വിളിക്കാതെ വരുന്ന ഭോഗങ്ങളുണ്ട്, യാദൃച്ഛികം. അപ്രാർത്ഥിതയ ആഗതം, യദൃച്ഛയ ആഗതം, വിളിക്കാതെ വരുന്ന ഭോഗങ്ങൾ. വേണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല, വെറുതെ വന്നുകൂടിയതാണ്. അല്പം ഭക്ഷണം കഴിക്കാം, വിളിച്ചു കിട്ടിയതാണ്. യദൃച്ഛയാ ലഭിക്കുന്ന ഭോഗങ്ങളിൽ വന്നു ചേരുന്ന അനുഭവങ്ങൾ, ഭോഗ അനുഭവങ്ങൾ. ന ദുഃഖായ ന സുഖായ ന തുഷ്ടയേ, ദുഃഖത്തിനായിട്ടോ
സന്തോഷത്തിനായിട്ടോ ന ഭവതി ഭവിക്കുന്നില്ല. യദൃച്ഛയാ ലാഭസന്തുഷ്ട ദ്വന്ദ്വാതീത വിമത്സര എന്നൊക്കെ ഗീതയും പറയും. അപ്പോൾ മനസ്സിൽ നിന്ന് രാഗദ്വേഷാദി മാലിന്യങ്ങൾ നീങ്ങിയവനും സുഖദുഃഖാദി ദ്വന്ദ്വങ്ങളെ അതിക്രമിച്ചവനും ആശാമുക്തനുമായവന് യദൃച്ഛയാ വന്നു ചേരുന്ന അനുഭവങ്ങൾ ദുഃഖത്തെയോ സുഖത്തെയോ ഉളവാക്കുന്നില്ല. എന്തായി? കലായി. അപ്പോൾ ഉച്ചവരെയുള്ള സെഷൻ നിർത്താം. ഉച്ചവരെ.